வணக்கம் மக்களே, வெல்கம் டு சேனல். நான் ஸ்ரீனி பிரபாகர். நீங்க நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. இப்போ நம்ம என்ன மூவி பார்க்குறோம் அப்படின்னா யோதா பார்ட் 2ல இருக்கோம். அதுக்கு முன்னாடி உங்கள்கிட்ட இருந்து கொஞ்சம் ஹெல்ப் தேவை எனக்கு. நிறைய பேர் கமெண்ட் செக்ஷனில் நிறைய மூவி கேட்குறீங்க. பட் நாங்களும் அதை பார்க்கணுன்னு ஆசைப்படுறோம். எங்களுக்கு சப்டைட்டில்ஸ் கிடைக்க மாட்டேங்குது. ஸோ நீங்கள் என்ன நினைக்கிறீங்கன்னா நாங்கள் பார்க்குறதுலன்னு நினைக்கிறீங்க. பட் நாங்கள் வந்து ஒரு லிஸ்ட்டு எடுத்து வச்சு தேடி தேடி பார்க்குறோம். எங்களுக்கு ஓல்டு மூவிஸ்லாம் சப்டைட்டில்ஸே கிடைக்கிறது இல்லை. அது ரொம்ப பியூர் மலையாளமாக இருக்கனால எங்களால் புரிஞ்சிக்க முடியறதில்ல. ஸோ உங்களால் முடிஞ்சதுன்னா இந்த ஒரு 5 மூவிஸ்க்கு சப்டைட்டில்ஸ் மட்டும் ரெடி பண்ணி கொடுங்க. ரன்வே, கல்யாணராமன், மீஷா மாதவன், அப்புறம் பறக்கும் தாலிக்காவா, அப்புறம் திலக்கம். இந்த 5 மூவிஸ்க்கு மட்டும் சப்டைட்டில்ஸ் இருந்தால் சொல்லுங்க. எங்களுக்கு வந்து திலீப் ஏட்டன் ரொம்ப ஃபேவரட் ஆகிட்டாரு. ஸோ இந்த மூவிஸ்லாம் பார்க்கணும் ரொம்ப நாள் ஆசை. நாங்களும் ஒரு 1 மந்த்தாக சப்டைட்டில்ஸ் தர கிடைக்கல. ஸோ இஃப் யூ கைஸ் கேன் சப்டைட்டில்ஸ் கண்டுபிடிச்சி முடிஞ்சால் லிங்க்கை வந்து கமெண்ட் செக்ஷன்லேயே கொடுங்க. இல்லை இன்ஸ்டாகிராமில் டிஎம் பண்ணிங்கன்னா டிஎம் பண்ணுங்க. தேங்க்யூ. இப்போ வந்து பார்ட் 2க்குள்ள போயிடலாமா? எஸ். ഓക്കെ. നാട്ടിൽ നിന്ന് മാറിയുന്ന ആളുകൾ കൂടി നിന്ന് ആദരിക്കും പോലും. പക്ഷിശാസ്ത്രം അവന്റെ ജ്യോത്സ്യം അവനെയൊക്കെ എന്റെ കൈ കിട്ടിയാ ഞാൻ താണ്ട ഇതുപോലെ അങ്ങോട്ട് പിഴിഞ്ഞ് கிளிஸ்டாரா? ஆடா ஆமா. നാശം. மீட்டா பேக் எடுத்து வந்து கொடுத்துட்டாரு. എടാ അപ്പൊ നീ കള്ളനല്ലേ? എന്റെ അമ്മ എന്റെ പേഴ്സ് ஓடிட்டேன். നീ പിന്നെ എന്തിനാ എന്റെ ബാഗ് എടുത്ത് പോയ? അഡ്രസ് കിട്ടിയില്ല. உண்ணியப்பம் பணியார மாதிரி ஸ்வீட்டா கெட்டு போயிருக்காது. அதெல்லாம் கெட்டு போகாது, தாங்கும். கொஞ்சம் இதாகவும் இருக்கும், ஆடாம இருக்கும். നീ ആള് കൊള്ളാമല്ലോ. மாங்க் ட்ரெஸ்ஸா? നിനക്ക് വേണോ? ഉണ്ണിയപ്പം, സ്മോൾ അപ്പം ഏത് ഭാഷക്കാർക്കും തിന്നാം. எல்லா பசங்களும் சாப்பிடலாம். നിന്റെ തലവലിരിക്കുന്നല്ലേ? എന്താ എന്റെ പേര്? വാട്ട്സ് യുവർ നെയിം? तुम्हारा नाम क्या है? റിംപോച്ചെ. റിംപോച്ചെ. അതെന്ത് പോച്ച? റിം എന്ന് വെച്ചാ സൈക്കിൾ റിം, പോച്ച എന്ന് വെച്ചാ പുല്ല്. നിന്റെ രൂപവും നിന്റെ പേരുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. നിനക്ക് ഞാനൊരു പേരിടാം. ഉണ്ണിയപ്പത്തിന്റെ തല പോലിരിക്കുന്നവൻ உன்னிக்குட்டன். ഉണ്ണിക്കുട്ടൻ. அவர் உன்னிக்குட்டன். ഞാൻ അശോകൻ. നിനക്ക് അശോകേട്ടാന്ന് വിളിക്കാം. അശോകേട്ടൻ. அவர் அப்பு குட்டியா? அக்கா சொட்டோ. അശോകേട്ടൻ. അക്ക സോട്ടോ. ആ നേപ്പാളിൽ അങ്ങനെ വിളിക്കാം. ഉണ്ണിക്കുട്ടോ. അക്ക സോട്ടോ. ഉണ്ണിക്കുട്ടോ. അക്ക സോട്ടോ. உங்க குட்டி பையன் பேர் சொன்னியா? குரூப் സോട്ടോ. தேடி வந்துட்டானுங்க. ഇന്ന് നീ ഇവിടെങ്ങാനും കൂടാ. കുട്ടിമാമയുടെ അഡ്രസ് തിരഞ്ഞടന്ന് പാവപ്പെട്ട നേപ്പാളികളുടെ കൈക്ക് ജോലി ഉണ്ടാക്കണ്ട. അച്ഛാ ഹേ, അച്ഛാ. ഒരു ചായ കുടിക്കാം. ചായ 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 പിയാ. ചായ ചായ പി. ചായ ചായ. അച്ഛാ. ஓ ഞാൻ எங்க இருந்து பைசா எடுக்க போறாரு? ഉണ്ണിക്കുട്ടാ, ഇതെവിടെ പോയി? இது எവിടെ போய்? ഉണ്ണിക്കുട്ടാ. അക്ക സോട്ടോ. ஓ, இங்கே தேடி பார்க்கறாரா? അക്ക സോട്ടോ. അക്ക സോട്ടോ. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. അയ്യോ, എന്തൊരു വലിയ വീട്. കുട്ടിമാമ. வித்தியாசமான கார் இருக்கு. வேன். നല്ല കാശുള്ള ഏതോ നേപ്പാളി പെണ്ണിനെ കള്ളൻ അടിച്ചെടുത്തു. कोई भौला आ रहा था. മനസ്സിലായില്ല. ഞാൻ അശോകൻ. കുട്ടിയമ്മ വളരെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. കുട്ടിയമ്മ എന്താ എയർപോർട്ടിൽ വരാത്ത? അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ? എന്റെ പെട്ടി പോയി, ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു. ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കിട്ടോളൂ. നീ അടുക്കളയിലേക്ക് ചെല്ലേ, പാഞ്ചേമ്മൻ ചാവൂ. കുട്ടിയമ്മ, എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ? കുട്ടിയമ്മ, എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. കുട്ടിയമ്മയുടെ സ്വന്തം ഏട്ടത്തിയുടെ മകൻ, രാഘവനന്റെ സുമതിയമ്മയുടെ മകൻ, തൈപ്പറമ്പിൽ അശോകൻ. മോനെ അശോക. അശോകൻ മാമ എന്നെ വിളിച്ചോ? திருட்டு போய் இவங்களுக்கு முன்னாடி வந்துட்டான். അപ്പുക്കുട്ട, നീ ഇവിടെ നേപ്പാളില്ല? അപ്പുകൂട്ടനെ
ആരാ കുട്ടി മാമ ഇവൻ? അപ്പുക്കുട്ടൻ നീ വിളച്ചെടുക്കാൻ ഞാൻ ആരാണെന്നോ? താൻ പറഞ്ഞ സുമതി എടുത്തിയുടെ മകൻ അശോകനായി. അയ്യോ അല്ല കുട്ടി മാമ, ഇവൻ വസുമതി വല്യമ്മയുടെ മോനാ അപ്പുക്കുട്ടൻ. ഞാൻ അശോകൻ. എന്താ അശോക ഇത്? അത് പിന്നെ ഈ ഫ്രാഡുകളുടെ ഒരു ടെക്നിക്കാണ്. നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേരെ കുട്ടി മാമ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഞാൻ പോയി പല്ലി എപ്പാളി മണി നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല. இவரை விட்டு அவரால் இருக்க முடியல. ஐயோ അടുക്കരുത്, ഇവൻ ഭ്രാന്തനാണ്. മാറിയില്ലേ അശ്വതി? അമ്മ അവനെ ഇനി ഇതിലിടപെടണ്ട, ഞാൻ അവനെ കൈകാര്യം മാറിയില്ല. ആരശുമുട്ടി അപ്പുക്കുട്ടനോട് കളിക്കരുത്. കളിച്ചാ കളി പഠിപ്പിക്കും. ഇറങ്ങി എന്റെ ബുദ്ധ ഭഗവാനെ, ശുദ്ധോദന മഹാരാജാവിന്റെ മകനായ അങ്ങ് സർവ്വ സൗഭാഗ്യങ്ങളും രാജപദവിയും ഉപേക്ഷിച്ച് ഒരു രാത്രി ഭാര്യയോട് പോലും പറയാതെ കൊട്ടാരം വിട്ടിറങ്ങിയ ആളാണെന്ന് പണ്ട് എന്നെ സരസ്വതി ടീച്ചർ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് എന്റെ ഗതി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ആർഭാടകരമായ ഒരു ജീവിതവും അങ്ങേപ്പോലെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങ് രാത്രിയിലാണ് കൊട്ടാരം വിട്ടതെങ്കിൽ ഞാൻ പകലാണെന്ന വ്യത്യാസമേ ഉള്ളൂ. അങ്ങ് സുമനശാലയാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയെങ്കിൽ എന്നെ അപ്പുക്കുട്ടൻ തള്ളി ഇറക്കിയതാണ്. ആ അപ്പുക്കുട്ടനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിച്ചിട്ട് നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു കോമ്പറ്റീഷൻ? അക്കസട്ടോ ഉണ്ണിക്കുട്ടോ, നീ ഇന്നലെ രാത്രി എവിടായിരുന്നു? വീട്ടിൽ പോയില്ലേ? ഖർ ഖർ നഹീം ജാത്താ? ആ അന്ന് നിനക്ക് വീടില്ലേ? ഖർ ഖർ നഹീം? എവിടെ? വേർ കിതർ? മലയുടെ മുകളിലോ? ഓ അവിടെ അല്ലേ? പിന്നെ നീ എന്താ വീട്ടിൽ പോവാത്ത? നിന്റെ പേരിൽ വേറെ ആരെങ്കിലും അവിടെ കയറി കൂടിയോ? എനിക്ക് വീട്ടിൽ പോകാനൊത്തില്ല. അപ്പുക്കുട്ടൻ എന്നൊരു പാര എനിക്ക് മുമ്പേ അവിടെ കയറി പറ്റി. ഇനി ആ കുരി കഴിയുന്നത് വരെ ഉണ്ണിക്കുട്ടന്റെ കൂടെ ഓപ്പൺ എയറി കഴിയാം. എന്താ മനസ്സിലായില്ലേ? പിള്ളേർ അത്രയും മനസ്സിലാക്കിയാ മതി. വാ, നമുക്ക് തെരുവിലോട്ടിറങ്ങാം. காட்மாண்டுல இருக்காங்க கரெக்டா? ഇനി ഇറങ്ങി വാ. മതി ഒരുങ്ങിയത്. വാ വാ. ഇപ്പോഴാ നീ ശരിക്കും ഉണ്ണിക്കുട്ടനായത്. കടത്തിണ്ണെ കിടന്നാലും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് കിടക്കണം. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. തൊപ്പി ചേരുന്നില്ല. നിന്റെ മുട്ടത്തലയാ നല്ലത്. കേരളത്തിൽ നിന്നൊരുത്തൻ വിമാനക്കൂലിയും കൊടുത്ത് നേപ്പാളിൽ വന്ന് ആൾമാരെടുത്തിട്ട് കാര്യം എന്താ? മോഷ്ടിക്കാൻ. അല്ല എന്തിനാ? ചില കള്ളന്മാർക്ക് നേറ്റീവ് പ്ലേസ് മോഷ്ടിക്കുന്ന ഇഷ്ടമല്ല കുട്ടിമാമ. ഇവിടെ നിന്ന് മോഷ്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡ്യൂട്ടി കൊടുക്കണ്ടേ അശോക? മോഷണ സ്ഥാനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല കുട്ടിമാമ. ഞാൻ ആകെ കൺഫ്യൂഷനില്ല. അവന് നിന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ? എനിക്ക് തന്നില്ല എന്റെ അമ്മ ചായ. പിന്നെ അവന് കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. അശ്വതിയെ കാണുന്നില്ലല്ലോ കുട്ടിമാമ. അശ്വതി എന്തേ? അശ്വതി ரைட் நல்லா இருக்குல்ல பேலன்ஸ்? ठीक है. May I come in, sir? Yes. ഇരിക്കൂ. Thank you, sir. ഗുഡ്. ഇത് കണ്ടിട്ട് മറ്റേതെങ്കിലും അനുഷ്ഠാന കലയുമായി സാമ്യം തോന്നിയോ? ഞാനങ്ങനെ ആലോചിച്ചില്ല. നമ്മുടെ നാട്ടിലെ കോലംതുള്ളലുമായി വിദൂരമായ സാമ്യം ഇതിനുണ്ട്. ദേവപ്രീതിക്ക് വേണ്ടി നടത്തുന്ന അനുഷ്ഠാനം തന്നെയാണോ ഇതും? മിക്ക നാടോടി കലകളും മതപരമായ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടവയാണ്. പക്ഷെ ഇത് അതിന്റെ ഒരു കമേഴ്ഷ്യൽ വേർഷനാണ്. ഇത് ഇതിന്റെ തനിമയോടുകൂടി ഇപ്പൊ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഈ നാടിന്റെ ആത്മാവിലേക്ക് ഇറങ്ങി ചെന്നാൽ ഒറിജിനൽ ആർട്ട് ഫോംസ് മാത്രമല്ല, അസാധാരണമായ ഒത്തിരി ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ വരെ അവിടെ ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ദിവ്യ കന്യകയെ പോലെ അല്ലേ? യെസ്. പുനർജന്മവുമായി ബന്ധപ്പെട്ട മറ്റൊരാചാരം. ഉദാഹരണത്തിന് ടിബറ്റൻ ബുദ്ധമതക്കാരുടെ ആചാര്യനായ ലാമ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുനർജാത ശിശുവിനെ തെരഞ്ഞെടുത്ത് റിംപോച്ചയായി വാഴിക്കുന്ന ചടങ്ങ് ഇന്നും അതിന്റെ തനിമയോടെ തുടരുന്നു. റിംപോച്ചെ? പുനർജാത ലാമയെ അവരങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. அப்ப இந்த லாஸ்ட் ஆபெண்டர்ல வர നന്മയുടെയും കരുണയുടെയും പ്രതീകമാണ് റിംപോച്ചെ. അവരുടെ പ്രാർത്ഥനയ്ക്കും ചികിത്സയ്ക്കും ആ കൊച്ചു സന്യാസിയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. സാറിനാല് വിശ്വാസമുണ്ടോ? എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അശ്വതി അത് വിശ്വസിച്ചേ പറ്റൂ. കാരണം കുട്ടിയുടെ സബ്ജക്റ്റ് ആണത്. ബൈ ദ വേ, ഇത് നന്മയുടെ ലോകമാണെങ്കിൽ ദുർമന്ത്രവാദവും മനുഷ്യക്കുരുതിയുമായി തിന്മയുടെ മറ്റൊരു ലോകമുണ്ട്. ഐ ആം കളക്ടിംഗ് സം ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അശ്വതിയുടെ അന്വേഷണ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു, സർ. க்ளோசர் வந்துட்டே இருக்காங்களா? എന്റെ അമ്മേ, അടിച്ചോണ്ട് പോയാ? எங்க இருக்காங்க இப்போ? അക്കസട്ടോ? എനിക്ക് രാവിലെ ചായ വേണമെന്ന് ഉണ്ണിക്കുട്ടനോട് ആരാ പറഞ്ഞേ? புரியாமலே என்ன பேசிக்கிறாங்க அவங்க ரெண்டு பேரும். ஐயோ ஓ, ஸ்டாப் பண்ணிட்டாங்க. பவர்ஸ் இருக்கு, ஆக்சுவலி இருக்கு.
இவனை வேற ஒருத்தனுங்க அடிக்கடி தேடி வந்துடுறானுங்க. ഈ ചായ നീ പിന്നെ പോയാ കുട്ടിച്ചാത്തന്റെ ബന്ധുവല്ലോ ആണോ? ഉണ്ണിക്കുട്ടാ ட்ரெஸ் வரேன். செம ஸ்டைலிஷா இருக்கு. மேபி அந்த ஊரோட இதுவும் சேர்ந்து ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അശ്വതി? ഉം. ആ, എന്നിട്ട് അവൻ കാവിലെ പൂരത്തിന് വെച്ചിരുന്ന കതിനയില് വെള്ളം കോരി ഒഴിച്ചു. ഇതിന്റെ കഥ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഇവരെല്ലാം വിൻമണ പേര് ചൊല്ലിട്ടിருக்காரு. പോലെ കാണാനായിട്ട് കിടക്കുകയില്ലേ എന്റെ വിജയത്തിന് ഞാൻ പോട്ടെ, പ്രൊഫസർ വെയിറ്റ് ചെയ്യാണ്. അശ്വതി അശോകേട്ടൻ പോകുന്നില്ലേ? പറഞ്ഞുകൊണ്ട് വന്ന കാര്യം മുഴുമിക്കാതെ പോകുന്നത് എങ്ങനെയാ? കുറെ നേരം കൊണ്ട് അശോകേട്ടൻ പറയുന്നുണ്ടല്ലോ, ആരായി അവൻ? എതിർ ടീമിന്റെ ക്യാപ്റ്റൻ അശ്വതിയുടെ ഫ്ലാഷ് അടിച്ച് മാറ്റിയില്ലേ, ഏതോണ്ട് അവനെ പൊലിറ്റിക്കും. എന്നിട്ട് എന്നിട്ടെന്താ, മത്സരം തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ്. ഏത്? അക്ഷര ശ്ലോകത്തിന്. ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു നക്ഷത്രം മത്സരമായിരുന്നു. ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞ് ടെമ്പോ കളയല്ലേ അശ്വതി? ആ, ഇനി അങ്ങോട്ട് അശോകേട്ടൻ വരണമെന്നില്ല, ഞാൻ പോയിക്കോളാം. വേണേ ഞാനും കൂടെ വരാം. വേണ്ട. ടാറ്റാ. ടാറ്റാ. ബൈ ബൈ. ரைட். வண்டி அடிக்க போறேன். அவ 4 லிட்டர் பொளக் போறாரு. ചങ്കരി വർക്കലി വർക്കലി ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരി കണിയണം. ஆளியே நிக்குது இப்போ. എന്ത് നിർത്തിക്കളഞ്ഞത്? മുഴുവൻ പാടാത്തത്? പറഞ്ഞു പാടിക്കാൻ നീ ആര്? സംഗീത സംവിധായകനോ? സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ് കുട്ടിമാമയുടെ വീട്ടിൽ കയറിയത്. അപ്പുകുട്ടന്റെ പേരിൽ തന്നെ കയറാനാ വന്നത്. ബെല്ലടിച്ചു. കുട്ടിമാമ കഥവ് തുറന്നപ്പോ ഒറ്റ ചോദ്യം, അശോകനല്ലേ എന്ന്. പ്രായം ചെന്ന മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരുത്താൻ പോയി. പിന്നെ ഞാൻ വന്നപ്പോ നീ എന്താ തിരുത്താത്ത? തിരുത്താൻ സമയം വേണ്ടേ? ഉള്ള സമയം കൊണ്ട് നിന്നെ പുകച്ച് പുറത്തിയടിക്കാൻ നോക്കൂ, ഞാൻ പേര് ഇരുത്താൻ നോക്കൂ. ദമയന്തിയുടെ മുമ്പ് നീ കുറച്ചാൾ ഷൈൻ ചെയ്തില്ലേ, ഇനി അശ്വതിയുടെ മുമ്പ് ഞാൻ കുറച്ച് ഷൈൻ ചെയ്യട്ടെ. അതാണോ കാര്യം? അതാണ് കാര്യം. എത്ര നാൾ ഷൈൻ ചെയ്യും? എത്ര നാൾ ഷൈൻ ചെയ്യണം? എത്ര നാൾ ചെയ്യാം? എത്ര നാൾ വേണേലും ചെയ്യാം. ഇടാ കൂടിയ ഒരാഴ്ച. അതിനുള്ളിൽ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചോ? എന്നെ പുറത്തിയടിച്ച് നീ അകത്ത് കയറുകയാണെങ്കിൽ നിന്റെ പേര് നിനക്ക് തന്നെ തരാം. എടാ ഞാൻ കേറിയാ നീ താനെ പുറത്തിയാടും. സിംഹത്തിന്റെ ഗുഹയിൽ പൂച്ച കടക്കില്ലടാ. പൂച്ച. തല ഇവിടെ ഇരിക്കുമ്പോ പൂച്ചനെ വാല് പൂനെ. അനങ്ങല്ലടാ. ദുർദേവതകളെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന കുരുതിക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങളാണിത്. എന്തിനാണ് ഈ കുരുതി? നന്മയെ കീഴടക്കി തിന്മയ്ക്ക് അധികാരം സ്ഥാപിക്കാൻ ഒരു പ്രത്യേക നാളിൽ കുരുതി നടത്തിയാൽ ലോകം മുഴുവൻ തങ്ങളുടെ അധീനതയിൽ വന്നു ചേരുമെന്നാണ് അവരുടെ ധാരണ. ആരാണിവർ? പലരും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബോക്ഷകൾ. വളരെ പ്രത്യേകതയുള്ള കൂട്ടരാണിവർ. ബോക്ഷ തലവന് നഗരത്തിലേക്ക് കടക്കാൻ ആചാരം അയാൾ അനുവദിക്കുന്നില്ല. എങ്കിലും കൂടുതൽ പേരെ തങ്ങളുടെ വിശ്വാസികളാക്കാൻ സദാ ദുർമന്ത്രവാദവുമായി കഴിയുകയാണ് അവർ. ഇതാ കേട്ടു നോക്കൂ. तिमीले एउटा मौका गुमाइसक्यो। ஃபுல் மூன்ல தான் பண்ண समय போறேன். बितेछ, आउँछको रात पनि बितिसक्यो। अब അശ്വതി, പേടിച്ചു പോയല്ലോ. ഞാൻ എന്ത് വേണം നിങ്ങക്ക്? ഒന്നും വേണ്ട. ഞാൻ അശ്വതിയെ ഒന്ന് കാണാൻ നിന്നതാ. ഞാൻ കള്ളനല്ല, ഒരു അബദ്ധം പറ്റിയതാ, മാപ്പ് ചോദിക്കുന്നു. ഇത് പറയാനല്ലേ? മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എത്ര കൃത്യമായിട്ട് അശ്വതി മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് അതിനല്ല. നിന്നെ ഞാൻ പറയുന്ന കേട്ടാ ബോധ്യം ഞാൻ ആരാണെന്ന്. നിങ്ങൾ ആരായാലും എനിക്കെന്താ? അന്യനാട്ടിൽ വളർന്ന പെണ്ണായതുകൊണ്ട് ശകലം തന്റെ ഇടം കാണുമെന്ന് അമ്മ ചെറിയ സൂചന തന്നായിരുന്നു. എന്നെ പോലൊരു പാവം മനുഷ്യനെ കള്ളനാക്കാനുള്ള തന്റെ ഇടം കാണുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ കള്ളനല്ല, സമ്മതിച്ചു. ഇനി ഞാൻ എന്ത് വേണം? ഇയാളെ പ്രേമിക്കണം. ഒരു യുവസുന്ദരന്റെ മുഖത്ത് നോക്കി ഒരു യുവസുന്ദരി പ്രേമിക്കണോ എന്ന് ചോദിച്ചാൽ ആരായാലും രണ്ട് കൈയും കെട്ടി നിന്ന്. പക്ഷേ ഐ എം സോറി, നിങ്ങൾ ക്ഷമിക്കൂ. അങ്ങനെ പ്രേമിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ. സോറി. ഇക്കണ്ട കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഞാൻ ഈ നേപ്പാളി വന്നത് നാട്ടിൽ വേറെ സുന്ദരികൾ ഇല്ലാഞ്ഞിട്ടല്ല, കുട്ടിക്കൃഷ്ണന്റെ മോളെ കെട്ടിച്ചോളാമെന്ന്. ഓ, അപ്പൊ അതിന് കച്ചകെട്ടി ഇറങ്ങിയതായിരിക്കും. കച്ച കെട്ടിയിട്ടില്ല, ഇനി കെട്ടും. ഭീഷണിയാണോ? ഭീഷണിപ്പെടുത്താൻ ഞാൻ എന്താ തമിഴ് പുലിയാ? രാഘവ മേനോന്റെയും സുമതിയമ്മയുടെയും മകൻ തൈപ്പറമ്പിൽ അശോകനാണെന്നും അവിടെ കയറിയിരിക്കുന്നവൻ ഗോപാല മേനോന്റെയും വസുമതി അമ്മയുടെയും മകൻ അപ്പുക്കുട്ടനാണെന്നും കേട്ടെ അശ്വതിയും കുട്ടിമാമയും മനസ്സിലാക്കണം. മനസ്സിലാക്കിയ മുറച്ചെറുക്കന്റെ അവകാശം സ്ഥാപിക്കാനായിരിക്കും. അത് അശ്വതിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. മുത്തച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് കുട്ടിമാമയുടെ വിരലിൽ തൂങ്ങി എന്റെ വീട്ടിലേക്ക് വന്ന 6 വയസ്സുകാരി അശ്വതി കുട്ടിയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. കണ്ണാരം പൊത്തി കളിച്ച് നനകല്ലെ തട്ടി മുട്ടുപൊട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റ് പച്ച പറിച്ച് ഞാൻ ആ മുറിവിലേക്ക് നീരിട്ട് ചൊഴിച്ചെന്ന് അശ്വതി ഓർക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നു. കണ്ണിമാങ്ങ പിറക്കിയെടുത്ത് നമ്മൾ രണ്ടുപേരും കൂടെ ഉപ്പ് കൂട്ടി തിന്നത് ഓർക്കുമ്പോ ഇപ്പോഴും നാവിന്ന് വെള്ളം വരുന്നു. തീർന്നോ? അശ്വതി നേപ്പാളിലേക്ക് വണ്ടി കയറിയില്ലേ? ഇല്ലെങ്കിൽ കുറെ ബാല്യകാല സ്മരണകൾ കൂടി അയവർക്കാമായിരുന്നു. ഇപ്പൊ അശ്വതിക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ ഞാനാണ് യഥാർത്ഥ അശോകനെന്ന്, ഇല്ലേ? അവൾക്ക് മുன்னாடி தெரியும் நினைக்கிறேன். വീട്ടിലുള്ള അശോകനും ഈ ചരിത്രം തന്നെ പറഞ്ഞാ പുറകെ നടക്കുന്നത്. ஓ மறுபடி பவர்.
ഓഹോ അശ്വതി ഓ ഞാനല്ലേ താങ്ക് യു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അതാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. എടാ പേര് നീ മലയാളം പഠിച്ചോ? അവളുടെ പേരാണ് അശ്വതി. അശ്വതി ചോദ്യമല്ല, പൂരാടം, കരിമ്പൂരാടം. കണ്ടില്ലേ അവളുടെ കുറുമ്പ്? അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനാണ് പാര. പാറയല്ല, പാര, പാര. അവനെ പുറത്തെ അടിക്കാൻ എന്താ ഒരു വഴി? അതിനെ കുറിച്ച് ആലോചിച്ച് എന്റെ ഉണ്ണിക്കുട്ടൻ ഈ കൊച്ചുമുട്ടത്തല പുണ്ണാക്കണ്ട. വഴിയുണ്ട്. நான் கடைசி யாரையும் மொட்டை அடிச்சே பார்க்கலாமா? மொட்டை அடிச்ச ஒருத்தன் தடவி பார்த்துருப்போம். ഇവിടെ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാ. നല്ല വിലയാ. ഇവിടെ കിടന്ന് മോഷണവും ആൾമാറാട്ടമായി നടക്കാതെ കയ്യിലുള്ള കാര്യം വരുന്നതിന് മുമ്പ് നാട്ടിൽ പോവാൻ നോക്കണോ അച്ഛനെ? ഞാൻ പോവാം. പക്ഷെ അവിടെ ചെന്നാ കുട്ടിയമ്മ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയെന്ന് പറയേണ്ടി വരും. അത് മതി അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടാൻ. കുട്ടിയമ്മ അത്ര ഇഷ്ടമാണ് അമ്മയ്ക്ക്. ഞാൻ സുമതി അടുത്ത് എഴുതിയിട്ടുണ്ട്, മറുപടി വരട്ടെ, ഓ എന്നിട്ട് തീരുമാനിക്കാം. അത് മതി. കുട്ടിമാമയുടെ വീട്ടിൽ അവനെ പോലെ നുഴഞ്ഞു കയറണം എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ ഈ തെരുവിലെങ്ങാനും കഴിഞ്ഞോളാം. പക്ഷെ എന്റെ അമ്മാവനും എന്നോടൊപ്പം തെരുവിൽ കഴിയണമല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. ഇത് ഞാൻ ആദ്യം കേൾക്കുക. എന്നാൽ ഇതൂടെ കേട്ടോ, അവനെ പ്രസവിച്ചപ്പോഴേ അവൻ നഴ്സിന്റെ കയ്യിലെ മോതിരം അടിച്ചോണ്ടാ പോന്നത്. മിക്സി, ഫ്രിഡ്ജ്, കാറ് എല്ലാം അടിച്ചു മാറ്റും. വേണേ കുട്ടിമാമയെ കൂടെ അവൻ അടിച്ചു മാറ്റും. ഡോൾമമ്മായി ഒരു ചായ. ധ്യാൻ ദേക്കി കൊത്തിച്ച് കൈസക്ക அப்படின்னா? ചായയല്ലേ ഉളാന്തി. ചോദിച്ചില്ലല്ലോ. കിയാടെ അല്ല, ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്ക്. ഇത് ഞാൻ ചെയ്തു തരാം. ഞാൻ ഹെൽപ്പ് ഹെൽപ്പ്. இவன் வேற வந்து டார்ச்சர் பண்றானேன்னு நினைச்சிட்டு இருக்காங்க. ഫൈവ് ലിപ്സ് Five മിക്സി. നിനക്ക് അടുക്കളയിൽ എന്താ കാര്യം? ഞാനിവിടെ ചുമ്മാ ഈച്ചയായിട്ട് ഇരിക്കല്ലേ കുട്ടിമാമ. ഡോൾമ അമ്മായി ഒന്ന് സഹായിക്കാന്ന് വെച്ചു. അങ്ങനെ ഇപ്പൊ മിക്സിയെ പിടിച്ചോണ്ട് നീ അമ്മായിയെ സഹായിക്കണ്ട. നിന്നെ ഭയങ്കരമായി സ്നേഹിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കാം. അതെയോ? നിന്റെ മേൽ എന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും. അതൊക്കെ രാത്രി കിടക്കുമ്പോ പറഞ്ഞുതരാം. ഈ കുണോന്ന് വെച്ച എന്താ കുട്ടിമാമ? കിനോ ഞാൻ പറഞ്ഞുതരാം. ഇവ തന്നെ പറഞ്ഞേരണേ. ഉണ്ണിക്കുട്ടാ, அவன் என்னப்பா ஸ்பிரிட் அனிமல் மாதிரி அப்பப்போ வந்துட்டு போறப்ப மண்டை மட்டும் ஷைனிங்கா இருக்கு போய் ഉണ്ണിക്കുട്ടാ, இந்தடா എന്ത് പറ്റി? இப்போ தட்டி மாடு பேரு கட்டா 7 அடி இருப்பான் போல. இல்ல பிளாஷ்பேக் நினைக்கிறேன். மேல இருந்து குதிச்சிட்டான் நம்ம டீம்ல. നീ എവിടെ ഓടിയാലും നിന്നെ ഞാൻ പിടിക്കും. ഇപ്പൊ ഉണ്ണിക്കുട്ടന്റെ വിഷമം മാറിയോ? ഇനി അശോകേട്ടനും ഉണ്ണിക്കുട്ടനും കൂടി എന്താ? അശ്വതിയോ? അശ്വതി ചേച്ചി പറയാടാ. അശ്വതി ചേച്ചി, അശ്വതി ചേച്ചി. മലയാളം പുരിയാൻ ചേച്ചിருக்கு. ഗോട്ടേമംഗലിനെ പറ്റി അശ്വതി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈവിൾ സ്പിരിറ്റുകളുടെ ഉത്സവമാണ് ഗോട്ടേമംഗൽ. അത് ഇന്നാണ്. ഇന്നോ? യെസ്, കാർത്തിക മാസത്തിലെ 2ാമത്തെ ചൊവ്വാഴ്ച. ക്ഷുദ്രശക്തികൾ കാത്തിരുന്ന ദിവസമാണിത്. ഇന്ന് ദുർമന്ത്രവാദികൾ ശക്തി ആർജിക്കാനായി പ്രത്യേക പൂജകൾ നടത്തും. ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പറ്റുമോ? പുറമേ നിന്നുള്ളവർക്ക് കാണാൻ തന്നെ പറ്റില്ല, പിന്നെയാണ് ഫോട്ടോഗ്രാഫ്. அவங்களும் கார்த்திகை மாசம் யூஸ் பண்றாங்க. நீங்களும் சித்திரை வைகாசியில யூஸ் பண்ணுவீங்களா? आज तिमले बलि दियो सच्चो बने तिमले रिमोचे लाई हाथ माले ना सच्चो. எனக்கு ரொம்ப நம்மால் தந்துடுதா. നീ അവിടെ നിന്നോ, ഞാനിപ്പോ നമ്മുടെ പാരയില്ലേ, അവനിട്ടൊരു പാര പണിയാൻ പോവാ. நான் கூட கவலைப்படுவான்னு நினைச்சேன், அசிங்கப்படுத்திட்டான். அதேமாதிரி அந்த பொண்ணு ரூம்னு நினைக்கிறேன். அஸ்வதி ரூமா. இது வேற ஈவில் டே நினைச்சு வச்சிருக்காங்க அவங்க. കാഞ്ഞു പോയവൻ മനസ്സിലായല്ലോ. തൈപ്പറമ്പിലെ അശോകൻ. இது ஊருக்கு எல்லாம் வேற சொல்லி ഒരാഴ്ച வச்சிருக்காங்க. കഴിയാൻ ഇനി 2 ദിവസമേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഇതുപോലെ കെട്ടി പെട്ടിക്കകത്തിട്ട് പൂട്ടി നാട്ടിലോട്ട് പാക്ക് ചെയ്യും. ஓ ஃபாலோ பண்ண போறான் போல. അശ്വതി, தலை ஒளிஞ்சிக்க போச்சு. இந்த வேன்ல உட்காந்துக்கிட்ட இந்த வேன்ல கிட்னாப் ஆயிடுவான். கடைசியில் அவங்கள்ட்ட போய் டோர் டெலிவரி ஆயிரும். இல்ல அப்பாடா. அந்த வேலை. ரெண்டு பேரும் போகுது அப்புறம் ஆமா. இவங்க கண்ணு சூப்பரா இருக்கு.
நம்மாടി தெரிஞ்சிச்சு. കുഴപ്പമൊന്നുമില്ല, നീ ഇവിടെ നിന്നോ, ഞാനിപ്പോ വരാം. இங்க வந்து யார்டா மாட்டிக்கிட்டு பாக்குறப்பல கண்டுபிடிச்சிட்டாங்க. നേരെ തിരുമ്പി ഇവളെ பார்க்க போறாங்க. എന്താ ഇവിടെ എന്തോന്നാണ്? திரும்ப போறப்போ ரைட்டு பயங்கரம். ஓ நோ, சும்மா இல்லைங்க, இவளை வேற கொண்டு இருக்காங்க. நிஞ்சாஸ் மாதிரி டெஸ்ட் பண்ணிருக்காங்க. அவங்க கூட தனியா இருப்பான். நீங்க சிரிக்கிறதெல்லாம் ஓகே. தலைவன் தனியா மாட்டிக்கிட்டான். നിനക്ക് എന്ത് പറ്റിയടാ? തൊഴിലാണ്. തൊഴിലി അല്ല കുട്ടിമാമ, എന്നെ കെട്ടിയിട്ട് അശ്വൻ തട്ടിക്കൊണ്ട് പോയി. നുണ പറയരുത്. എന്റെ മുറപ്പെണ്ണെ പറ്റി ഞാൻ നുണ പറയുമോ? ആ സംശയം ഉണ്ടാകുമ്പോ മുറിയിലോട്ട് ഒന്ന് നോക്ക്. വന്നാട്ടെ വാ. ஓ வந்துட்டாளா? இல்ல இது செட் பண்ணி வச்சிருக்காங்க நினைக்கிறேன். Could be. இல்ல வந்துட்டாங்க. தலைவன் கீழே தான் இருப்பான்னு நினைக்கிறேன். எனக்கு அவன் எங்க? நினைச்சேன். സ്വപ്നം. சோ സ്വപ്നം അത്ര അറിഞ്ഞാ മതിയടാ. மாலவ ஸ்டார்ட் பண்ணிட்டான். வெரி குட். दिया होता बल्ले गट्टा रिम्बोचे लाई बचावना पूजा पनी काम लगे இங்க வேற कहिले എനിക്ക് പറുദീസയിലേക്കുള്ള വഴി കാണിച്ചു തന്ന പക്ഷിശാസ്ത്രക്കാരൻ വീട്ടിൽ വരികയാണെങ്കിൽ വെറും കൈയോടെ മടക്കി അയക്കരുത്. ഒരു 10 സെന്റ് സ്ഥലം അയാൾക്ക് എഴുതി കൊടുക്കാൻ അച്ഛനോട് പറയണം. നിന്നെ കുറിച്ച് ഞാൻ എഴുതാതിരിക്കുമോ? നീ അക്കോഷേട്ടന്റെ ഉണ്ണിക്കുട്ടനല്ലേ? யாரு? നീ സമാധാനപ്പെട്ട്, നിന്നെ കുറിച്ച് ഞാൻ എഴുതാം. നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ, ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം. ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത്? ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ. अम्बटन എടാ നീ കത്തി ഒളിപ്പിക്കണ്ട. നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ. എന്താ അശോകൻ അപ്പുക്കുട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? എന്നെ മോശക്കാരനാക്കി നാട് കടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയി എന്ന് പറയാം. ആഹാ. എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും. 24 മണിക്കൂറിനകം വിത്തിൻ 24 hours ഈ മരത്തിന്റെ ചോട്ടിൽ നീ പരാലിസിസ് പിടിച്ചു കിടക്കും. ആരേശ് മൂട്ടി അപ്പുക്കുട്ടനാണ് പറയുന്നത്. എന്നാ അവനെ വിളിച്ചോട്ട് വേടാ. ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത്. ഞാനും വാശിയോടാ പറഞ്ഞത്. പോടാ വിട്, അരഞ്ഞണത്തിന്ന് വിട്. ओहो അമ്പട്ടൻ പാരാ. பாரா நியூசன்ஸ் பாரானா நியூசன்ஸ். ஓ ரியலான ஆளு. இப்பதான் ஓடாம ஒளிஞ்சுக்கிறான். അപ്പുക്കുട്ടൻ അത് കാര്യമായിട്ടല്ല പറഞ്ഞത്. ஓ அவன் அனுப்பிட்டாங்க. இவர் மாத்தி பிடிச்சிக்கிட்டாரு. അവൻ വല്ലതും പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ കത്തിയായിട്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ചെറുക്കനെ വിടറ. കടകം ഒഴിവ്, കടകത്തിലൊഴിവ്. പിന്നെ അശോകനും ஃபைட் ஸ்டார்ட் பண்றதுக்கு முன்னாடி சொல்லிடுறாரு. சொல்லிக்கிறாரு, சொல்லி கொஸ்டின் அடக்குடிமி. சமாளிக்கிறீங்களா இந்த பையன்? லொகேஷன் என்ன லொகேஷன் செம்மையா இருக்கு. மணி அடிச்சிட்டாரு. யாரோ தனியா ஆடிட்டு இருக்கு. ഉദരം, കടകം ഒഴിവ്, കടകത്തിലൊഴിവ്. പിന്നെ ശവനും
இது எதுக்காக சொல்றாங்க? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. கனவு கனவு இவ்வளோ ஒரு ஈவலான ட்ரீம் இல்ல. மெட்டீரியல் கண்ட்ரோல். எனிவேஸ் இவருக்கு தான் பேட் ட்ரீம் வருது, நம்மளுக்கு தான் பேட் ட்ரீம் வரணும். அவர் தான் டிவைன் பவர் ஆச்சு. அம்மா எப்ப பாரு பிராக்டிஸ்ல தான் இருக்காப்ல, ஆக்சுவல் மேட்சுக்கே வர மாட்டேங்குது. ஓ ஏன் ஏதோ அப்டெக்கிள் ஆகுது வருது. இவரே போக வேண்டியதானே? ஏதோ ரெஸ்ட்ரிக்ஷன் இருக்கு என்ன மாதிரி. न जाओ, मत खाओ, ஓ இவர் சிக்கி போக आंखों கூடாது. बंद खोज। இதெல்லாம் ஹான்ஸ் மாதிரி இருக்கு. சோல் புத்தியா? அன்னத்தாண்டா தேடிட்டு இருக்கேன். എടാ അപ്പുക്കുട്ടാ, ഇറങ്ങി വേടാ. ஓ இவன் தான் அமிச்சா நினைச்சிட்டு இருக்காருல்ல. ഇവിടെ എവിടെ എവിടെ? ഇങ്ങ മേളില് എന്ത് വേണം? ഇറങ്ങി വാടാ. യാത്ര വയ്ക്കാൻ വന്നായിരിക്കും. അല്ല, നിന്നെ യാത്ര അയക്കാൻ അങ്ങ് മുകളിലോട്ട്. മേളിലോട്ട്. അവന്മാർക്ക് എത്ര രൂപ കൊടുത്തു? ആർക്ക്? നിന്റെ ഗൂർഖാളിയന്മാർക്ക്. കുട്ടിമാമനും ഡോൾമ അമ്മായിയുടെ അനിയത്തി ഉക്രയുടെ കല്യാണം ഉറപ്പിക്കാൻ പോക്കിറക്കി പോയിരിക്കുക. ആണുങ്ങൾ നേരം നോക്കി വീട്ടിൽ കയറി പോക്കത്തിനെ കാണിച്ചാലുണ്ടല്ലോ. നീ ആണല്ലെന്ന് അറിയാം, അതാണല്ലോ അവന്മാരെ അയച്ചത്. അവന്മാരോ? നീ എന്തുവാടേ പറയുന്നത്? തണുപ്പത്ത് പീഡിയത്തിനെ കിടന്ന് നിന്റെ പിരി കളയി പോയടാ. ഇക്കണക്കിന് പോയാൽ നിന്റെ പിരി ഓരോന്നായിട്ട് ഞാൻ ഇളക്കും. നീ കിളക്കും. എടാ, നായ നടുകളിലും ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ. ഇവിടെ വന്നിട്ട് നിനക്ക് കൂലിത്തല്ലുകാരായിട്ടല്ലോ കമ്പനി. ഇവൻ എവിടുന്നോ അടി കിട്ടിക്കാണ്. അടി ശരിക്കും കിട്ടിയല്ലേ? നിന്റെ അവന്മാരോട് ചെന്ന് ചോദിക്കേ, അവര് പറയും. വാക്ക് പാലിക്കുന്നവനാണ് ഈ അപ്പൂക്കുട്ടൻ, അല്ല അശോകൻ എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു സൂചനാത്തല്ല് മാത്രമാണ്. ഇനിയും മുറപ്പെണ്ണിന്റെ കൂടെ കഴിയുമെന്നാണ് മോഹമെങ്കിൽ ഗൂർഖ കത്തിക്ക് വില വളരെ കുറവാണ്. സലാഡിന് കൊത്തിയരിയുന്ന പോലെ നിന്നെ ആരെയും തലപ്പറമ്പിൽ അശോകനാണ് പറയുന്നത്. கண்டுபிடிச்சிட்டா மியூசிக் தான். ஐயோ வச்சு மாட்டிக்கிட்டானா? வந்து சொல்ல மேன். ഞാൻ വരുന്നു. அப்பா நான் பயந்துட்டேன். யாரை துரத்திட்டு வராங்க. பயங்கர மிஸ்டீரியஸ். பைனாகுலர் அது கேமரா. എക്സലന്റ്. ഐ എം പ്രൗഡ് ഓഫ് യു. ഹൗ ഡിഡ് യു മാനേജ്? ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ. പിന്നെ അല്ല, സഹായത്തിന് കൂടെ ആരോ ഉണ്ടെന്ന വിശ്വാസത്തില് ഞാൻ. അങ്ങനല്ല. ബോക്സിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ശ്രദ്ധിച്ചോ? എന്താ അതിന്റെ പ്രത്യേകത? ഈ മാലയാണ് അവരുടെ അധികാരത്തിന്റെ അടയാളം. Symbol of evil, അല്ലേ? യെസ്. ആൻഡ് ദെൻ നോ പുനർജാത ലാമയുടെ കഴുത്തിൽ കാണുന്ന മാലയും ബോക്സിയുടെ മാലയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇതാണത്. படுத்திட்டு. ஓ ஆமா. ഹുംല പ്രദേശത്തുള്ള മൊണാസ്ട്രിയിലെ ലാമയുടെ മാലയാണിത്. ദേ ബിലീവ് ദാറ്റ് ദിസ് ഇസ് ദ ചെയിൻ ഓഫ് ബുദ്ധ. ഇതിലെല്ലാം വിശദമായി പറയുന്നു. അശ്വതി കൊണ്ടുപോയിക്കോളൂ. போட்டோஸ் பாத்துருவா. அவருக்கு ஹீல் ஆகிறதுக்காக போட்டு இருக்கானோ? ப்ராபப்ளி எது கெட்டது வரக்கூடாதுன்ட்டு. ட்ரெஸ் வரேன். அவ செயின் பார்க்கல. அந்த செயின் போட்டது I love you. பாட்டு வரணுமே நேரம். I love you. போட்டுட்டா. ரொமான்ஸ் வந்துடுத்து. ஓகே கைஸ், நம்ம வந்து பார்ட் 2 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம்.